ഇത് നമ്മളെ ബഗ്ഗി ഉണ്ടല്ലോ, പബ്ജിയിൽ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി, അതുണ്ടാക്കാൻ അന്നത്തെ ഒരു പ്രാന്തിൽ തലക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനൊക്കെ ഇട്ടേനി. പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ച്. കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, പൈസ ആവട്ടെ. ഇതൊരു മരത്തിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് ഇനിയും കുറച്ച് വർക്ക് ബാക്കിയുണ്ട്. അതിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചാണ്. ഇനി അതിൻ്റെ മുകളിൽ ഇല പോലെ മോഡലൊക്കെ ആക്കാണ്ട്. ഇപ്പോൾ ശിഖിലങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. ഒരു 60% വർക്ക് പൂർത്തിയായെന്ന് പറയാം. ഇതൊരു ചെണ്ട കുറ്റിയാണ്. ചെണ്ട ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലേനി. പണി പൂർത്തിയായില്ല, ഇനിയും കുറേ പണി ബാക്കിയുണ്ട്. ഈ വർക്കിലാണ് നമുക്ക് കുറച്ചൊന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ യൂട്യൂബൊക്കെ ഒന്ന് റീച്ചായി വന്നത്. പിന്നെ 2-3 മോഡൽ ഉണ്ടാക്കി വെച്ച് ഇതൊന്ന് പൊടി തട്ടി ഷോക്ക് വെക്കണം. പിന്നെ വീടിൻ്റെ അകത്തേക്ക് പോകാം. മാമൻ്റെ വീടാണ് മൊത്തം, ഞാൻ തന്നെ വൃത്തികേടാക്കിന് മൊത്തമായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചറാണ്. ഇതിന് കുറച്ച് പണി മെനക്കേടും ഒക്കെ ഉണ്ടായിന്. ഒരു മാസത്തിനടുത്ത് ഇതിൻ്റെ മേലെ തന്നെ പണിയെടുത്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മളെ ബൈക്കിൻ്റെ ഫുൾ പാർട്സുകളാണ്. ടൈമിങ് ചെയിനും അതുപോലെ ഗിയറിൻ്റെ ഓരോരോ പാർട്സുകളൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് പണി തീരാത്ത സാധനങ്ങളുണ്ട് മുകളിൽ, അതൊക്കെ ഒന്ന് കാണാം. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കണ്ട. ഇത് നമ്മളെ ഒരു ബൈക്ക് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിനി. ബൈക്കൊക്കെ ഉണ്ടാക്കി പകുതിയായി, സാധനങ്ങളൊക്കെ ഇനിയും കിട്ടാണ്ട്. അതുകൊണ്ടത് സൈഡിൽ മാറ്റി വെച്ചതാണ്. ചെറുതായിട്ടൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം അതിൻ്റെ പണിയൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അവിടെ തന്നെ കെട്ടകെട്ടാൻ. ഈ റൂമിലാണ് പിന്നെയും കുറച്ച് സാധനങ്ങളുള്ളത്. ഒന്നും പണി കഴിഞ്ഞില്ല, ഒക്കെ മാറ്റിച്ചതാ. ഇതൊരു ചെറിയൊരു ടാങ്ക്, അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. പിന്നെ ഇതാണ് കുറച്ച് കാലങ്ങളോളം കഷ്ടപ്പെട്ട വർക്കാണ്. ഒരു 3 മാസത്തോളം ഇതുമ്പോൾ തന്നെയാണ്. ഇത് പുറത്തേനി, താഴത്തുനിന്ന് ആൾക്കാർ രാപ്പൊളിച്ചൊക്കെ കണ്ട് പേടിച്ചിട്ട് പിന്നെ മേലെ കയറ്റി വെച്ചതാ. ബാക്കി കുറേ വർക്കുണ്ട്. 3 മാസത്തെ വർക്ക് തന്നെ ഇപ്പോൾ തന്നെ ഇതുമ്പോൾ ആയിട്ടുണ്ട്. ഇനി വെൽഡിങ്ങും കാര്യമൊക്കെ ഉണ്ട് വരെ. ഇതൊരു ചെറിയൊരു കിളിയാണ്. കിളി എന്ന് പറഞ്ഞാൽ നമ്മളെ മീൻ കൊത്തി പൊന്മാൻ എന്നൊക്കെ പറഞ്ഞേ, അതിൻ്റെ ചെറിയ മോഡൽ ഉണ്ടാക്കിയതാ. റോട്ടുമ്പോൾ സ്പൂണ് കുറേ വിൽക്കണ്ടപ്പോൾ സ്പൂണ് മൊത്തമായിട്ടാണ്ട് വാങ്ങിക്കൊണ്ടുവന്ന്. എൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല, ഏകദേശം ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. കുറേ പണി ബാക്കിയുണ്ട്. അടി ഇവിടെ തന്നെ. ഇതാണ് നമ്മുടെ മീൻ. അത്ര കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല. ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ടാവും, എന്നാലും കുഴപ്പമില്ല. പൂമ്പാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു റോസാപ്പൂ. ഇത് ഇരുമ്പ് തന്നെയാണ്. ഇതിന് ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ആ സാധനം. അതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ. കുഴപ്പമില്ല. ഇങ്ങനെ അയലൊക്കെ കെട്ടിയത് ഇവിടെ തന്നെ ഉള്ളൂ. ഇനി മുമ്പൊക്കെ അടുത്ത റൂമിലേക്ക് പോവാം. എല്ലാ റൂമിലും ഇതിൻ്റെ സാധനങ്ങൾ വെച്ച് ഇവിടെ റൂം ഫുള്ളായിരുന്നു. കറക്റ്റായിട്ട് ഇത് പിന്നെ ഒരു ചെറിയൊരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു മോഡലാണ്. ഫുള്ള് കവർ ചെയ്ത് വെച്ചാൽ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേ. അതുപോലെ ഇതാ ചെറിയൊരു കീ ചെയിൻ മോഡൽ ചെയ്ത് നോക്കിയതാണ്. സാധനം ഓക്കെയാണ്. കിടക്കട്ടെ, നമുക്ക് മെയിൻ സാധനത്തിലേക്ക് പോവാം. മൊത്തം കവർ ചെയ്ത് വെച്ചാണ്. ഈ പൊടിയും കാര്യങ്ങളൊന്നും ആവണ്ടല്ലോ വെച്ചിട്ട്. ക്യാമറയിൽ കറക്റ്റായിട്ട് ഇത് കാണില്ല, കുറച്ച് കവർ പൊളിച്ചാലേ മനസ്സിലാവുള്ളൂ.
കുറേ മൊത്തം നെറ്റാണ്, ഫുൾ നെറ്റ് വെൽഡ് ചെയ്തുണ്ടാക്കിയ. ഇതൊരു കാളൻ്റെ ഫേസ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ആർട്ട് വർക്ക്. ഇതിൻ്റെ വീഡിയോ പിന്നെ ഫുള്ളാക്കിയില്ല, വർക്ക് ഇനിയും ബാക്കിയാണ്. തൽക്കാലത്തേക്ക് ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചെന്നേ ഉള്ളൂ. വേറെ ഇനിയിപ്പോൾ കുറേ വർക്കുകൾ തുടങ്ങാനുണ്ട്. ഇതാണ് മറ്റേ 2 ചിറക് വരണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം. മൊത്തം പണിയൊന്നും കഴിഞ്ഞില്ല, ഇനിയും പണി ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ എന്താ കാണാനുള്ളത്, ഇനി ഇതന്നെ ഉള്ളൂ. പിന്നെ ഒരു ബോംബൊക്കെ ഉണ്ടായിനി, ബോംബിൻ്റെ മോഡൽ ഷേപ്പുള്ള, അതൊക്കെ എവിടെയാ അറിയില്ല, ഏതോ അടിച്ചേരി കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേ സ്ക്രാപ്പ് തന്നെയാണ് ഇവിടെ ഫുള്ള്. ഞാൻ തന്നെ മാമൻ്റെ വീട്, മാമൻ എന്നെ എന്നാ പായിപ്പിക്കാന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഒന്ന് ഇനി വൃത്തിയാക്കണം. വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വിറ്റ് ഒന്ന് ക്ലീനാക്കി മെല്ലെ നാട് വിടാനുള്ള പ്ലാനാണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാനൊരു പ്ലാൻ എന്താ കണ്ട വെച്ചാൽ, ആർട്ട് വർക്ക് നമുക്ക് മൊത്തമായിട്ട് നടക്കില്ല. നമുക്ക് അത്ര ഒരു എന്താ പറയുക, അത്ര വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല, ചെയ്യണമെന്നുള്ളൂ. ഓരോ ആർട്ടിസ്റ്റ് ചെയ്യണത് ഓരോ ദിവസം കൊണ്ട് ചെയ്യണത് ഞാൻ 4 ദിവസം പിടിക്കും, അത്ര തന്നെ ഉള്ളൂ. കാരണം നമുക്ക് കറക്റ്റായിട്ടൊന്നും ചെയ്യാനുള്ള ഒരു കഴിവൊന്നുമില്ല, പഠിച്ച് വരണമെന്നുള്ളൂ. അപ്പോൾ ബാംഗ്ലൂരാകുമ്പം എനിക്കവിടെ വർക്കും ഉണ്ട്, അതുപോലെ ഇതും നടക്കും, ആർട്ട് വർക്കും നടക്കും. പിന്നെയാണെങ്കിൽ അവിടെയാണെങ്കിൽ സ്ക്രാപ്പ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ സ്ക്രാപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. തുറന്ന വാതില് തുറന്ന, എടാ വാതില് വന്നടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഇനി നമുക്ക് 2 പുതപ്പും 2 ഷർട്ടും പാൻറ്റും എടുക്കുക, നാട് വിട്ടുക.